പാലടയുടെ അട നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അതിന് കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കുക. അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഇതുപോലെ ബ്രൗൺ കളറാക്കുക. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ തിളപ്പിക്കുക. നല്ല തിളച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇടുക. എന്നിട്ട് നൂലപ്പത്തിനൊക്കെ കുഴയ്ക്കണ പോലെ നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കണം. വെള്ളം അധികം പാടില്ല. അപ്പോൾ ഇത്രയും ടൈറ്റ് വേണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ നൂലപ്പയ്ക്ക് ഉണ്ടാക്കണ പാത്രമല്ലേ, അതിൽ കൊക്കുവടയുടെ അച്ചിടുക. എന്നിട്ട് അതിൽ ഇറക്കി അപ്പോഴേക്കും വെള്ളം കുടുകുടാ തിളപ്പിക്കാൻ വയ്ക്കണം. നല്ല പോലെ വെട്ടി തിളയ്ക്കണം വെള്ളം. അതിലേക്ക് ഇത് പിഴിഞ്ഞൊഴിക്കുക. നല്ല ടൈറ്റ് ഉണ്ടാവും പിഴിയുമ്പോൾ. എന്നിട്ട് കമത്തി മൂടി കുറച്ച് നേരം വയ്ക്കുക. എന്നിട്ടത് അപ്പക്കോരിയിൽ കോരി എടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ പാലാൻ വയ്ക്കുക. അപ്പോൾ വെള്ളമൊക്കെ വാന്ന് ഇനി അതിനെ ചൂടാറുമ്പോൾ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. പാലടയ്ക്ക് വളരെ ചെറുതല്ലേ, അപ്പോൾ എത്രയും കനം കുറയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും കനം കുറച്ചെടുക്കണം. ഇതിപ്പോൾ വെയിലത്തിട്ട് ഉണക്കി വയ്ക്കണമെങ്കിൽ ഉണക്കി വയ്ക്കാം, അല്ലാത്തവർക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ വളരെ കൊച്ചാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാലടയുടെ അട നമ്മൾ വലുതായിട്ട് കടിക്കാൻ പാടില്ല, നൈസാവാനേ പാടുള്ളൂ. അതുപോലെ മറ്റേ അടയാണെങ്കിൽ നമുക്ക് ഇത്തിരി വലിപ്പത്തിലിടാം. ഇപ്പോൾ ഒരു 1.5 ലിറ്ററിനേക്കാളധികം പാലൊഴിച്ചു. ഇനി അതിനെ തിളപ്പിക്കുക. ഇപ്പോൾ പാല് തിളച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ മൂടി ഇട്ടിട്ട് ഒരു 3/4 മണിക്കൂർ നേരം ഒരു സ്റ്റീം അടിച്ചിട്ട് സിമ്മിട്ട് വയ്ക്കണം. അപ്പോൾ 3/4 മണിക്കൂർ സിമ്മിട്ട് വെച്ച പാലാണ്. നല്ല ബ്രൗൺ കളറായി. പിന്നെ അതിൽ പാടയില്ല. ഉരുളിയിലാണെങ്കിൽ നമ്മൾ ഒരു കയ്യിനൊരു ആശ്വാസം കൊടുത്താൽ അപ്പം പാട കിട്ടും. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചതൊക്കെ അതിലിട്ടു. അതിന് വീണ്ടും തിളപ്പിക്കാൻ വയ്ക്കുക. തിളച്ച് കുറുകി തുടങ്ങി കട്ടി വന്നു. പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കണവർക്ക് ഒഴിക്കാട്ടോ. അപ്പം ഇതിൽ ഞങ്ങളൊന്നും ഒഴിക്കണില്ല. ആവശ്യത്തിന് പഞ്ചസാര ഇടുക. മറ്റേതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അത് അരിയടയ്ക്ക് ഒരു കളറ് വരാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ ഇതൊക്കെ തിളച്ചു വെന്തു ഒരുവിധം. ഉണങ്ങിയതാണെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് വേണം. ഇപ്പോൾ ഇത് പച്ചയാണ് ഇട്ടേക്കണ്. ഇത് ഏലക്കപ്പൊടി ഇട്ടു. അപ്പോൾ നമ്മൾ പാലട കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ മൈദ കൊണ്ട് ഉണ്ടാക്കിയതാവും കിട്ടുക ചിലപ്പോൾ. ഇനി നെയ്യ് ഒഴിക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യിന് ഒറിജിനൽ നെയ്യ് ഒഴിച്ചു. കട്ട കണ്ട നല്ല കട്ടിയായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റും ഉണ്ട്, നല്ല മണമുണ്ട്. ഇത് ഈ പാല് ബ്രൗൺ കളറാകുമ്പോഴാണ് ഈ മണം വരിക പാലടയുടെ. അപ്പോഴാണ് അതിന് ടേസ്റ്റും ഉണ്ടാവുള്ളൂ. വെളുത്തിരിക്കും ചില പാലട. ഇപ്പം മിൽക്ക് മെയ്ഡൊന്നും ഇല്ലാത്ത തന്നെ നല്ല കളറുണ്ട്. നല്ല കട്ടിയുണ്ട്. കട്ടി വേണ്ടവർക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള കട്ടീൻ്റെ ഇത്രയും കട്ടിയല്ലേ പായസത്തിന് വേണ്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.